ഇന്നലെ ചൂട് കാരണം ഉറങ്ങിയില്ല കേട്ടോ എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുന്നത് 3 കാരണങ്ങൾ വെച്ചിട്ടാണ്. ഇതുപോലത്തെ പെട്ടിക്കൂട് വീടുകളൊക്കെ ചെയ്യുമ്പോൾ നോർമലി സർഫസ് ഏരിയ ഒരുപാട് കൂടുതലായിരിക്കും ഡയറക്റ്റ് ഹീറ്റ് കിട്ടുന്നതിൽ. അങ്ങനെ വരുമ്പോൾ ചൂട് കൂടും. ഈ ചൂട് പോകാനായിട്ട് നല്ല സർക്കുലേഷനുള്ള വലിയ വിൻഡോസ് കാണില്ല. രണ്ടാമത്തെ കാരണം. മൂന്നാമതായിട്ട് സൺഷെയ്ഡ്സ് ഒന്നും പ്രോപ്പർ ആയിരിക്കണമെന്നില്ല. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഇതേ സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. 3 വ്യത്യാസമാണുള്ളത്. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ലോ പ്രൂഫ്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് കുറച്ച് കോസ്റ്റ് കൂടിയാലും നിങ്ങൾക്കത് വളരെ നല്ലതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് ആ സ്ലോ പ്രൂഫിൻ്റെ നല്ല ഓവർഹാങ് വരുന്ന ഭാഗങ്ങളിലൊക്കെ വലിയ ഓപ്പണിങ്സ് കൊടുക്കാം. അതായത് ഈസ്റ്റ് സൈഡ്, നോർത്ത് സൈഡിലൊക്കെ വലിയ ഓപ്പണിങ്സ് കൊടുക്കാൻ ഏറ്റവും ഐഡിയലാണ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങളുടെ വീടിൻ്റെ വിൻഡോയ്ക്ക് മുകളിലുള്ള സൺഷെയ്ഡ്സ്, അത് സൗത്തിലും വെസ്റ്റിലും കുറച്ച് വലിയത്, അതായത് ഒരു 75 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്നത് കൊടുത്തെടുക്കുക. ഇനി മൂന്നാമതായിട്ട് വീട് ബോക്സിന് പകരം വേറൊരു ഷേപ്പിലൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൗത്ത് വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ് ഒക്കെ പോകുന്ന ഭാഗങ്ങളിൽ പോണ്ടോ ഗ്രീൻ സ്പേസോ ഒക്കെ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. നല്ല ഏരിയ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വീടിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ വീടിനകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് കിട്ടും. നന്നായിട്ട് കിടന്നുറങ്ങിയെന്ന് നിങ്ങളുടെ ആ ഫ്രണ്ട് പറയുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈൻ ടിപ്സിനായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്താൽ മതിയാകും. അടുത്ത വീഡിയോയിൽ കാണാം.